അമ്മ. ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഉമ്മ എല്ലാവർക്കും കേട്ടോ. എല്ലാവർക്കും ഉമ്മ. അപ്പോൾ ഇന്ന് വീണ്ടും അടുക്കളയിൽ നിന്നും പുറത്തു ചാടി. എന്താ അറിയോ, ഇപ്പോഴത്തെ ക്ലൈമറ്റും ചൂടും ഇതൊക്കെ ആകുമ്പോൾ കുറേ നേരം അടുക്കളയിൽ നിൽക്കണേക്കാട്ടിലും എത്രയും ബെറ്ററാണ് കുറച്ച് നേരം നമ്മൾ അവർക്കൊന്ന് കണ്ടിട്ട് പോകാമല്ലോ അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്, കേരളം ഇതുവരെ അനുഭവിക്കാത്ത. അത്രയ്ക്ക് ചൂടാണ്, എന്താ ചെയ്യാ. ഇന്ന് എന്താണ് അമ്മ പറയാൻ വന്നിട്ടുള്ള ചാപ്റ്റർ? അത് പറയാം. ഇന്ന് എന്താ അറിയോ, ഇപ്പം നമ്മുടെ എല്ലാവരിലും ഉണ്ട് ഒരുപാട് മനുഷ്യരിൽ ഒരുപാട് ഭാവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതിലൊരു വേണ്ടവാത്തൊരു ഭാവം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആ ഭാവത്തിൽ നിന്നാണ് മറ്റുള്ള ഭാവങ്ങളെല്ലാം വരിക എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. അതെന്താന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം. ഈ ഞാൻ എന്ന ഭാവം വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് അഹങ്കാരം വരും. അഹങ്കാരം വരുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ വരും. ആ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മൾ പലരും വെറുപ്പിക്കും, പല ശത്രുക്കളുണ്ടാവും, നമ്മളാരും അങ്ങനെ ഇഷ്ടപ്പെടില്ല അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനെന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മളൊരു വലിയ എന്തോ ഒരു നേട്ടം ഉണ്ടായി നമുക്ക് എന്ന് വിചാരിക്കും. ഇപ്പോൾ നല്ല നിലയിലെത്തണം, പഠിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച് നല്ല നിലയിലെത്തി. അപ്പോൾ ഞാൻ പഠിച്ചു, എല്ലാത്തിലും ഞാൻ മികച്ചതായി എന്നുള്ളൊരു ഭാവം നമുക്ക് വരും. അവിടെ ഞാൻ എന്ന ഭാവം വന്നു. പക്ഷെ ഞാൻ എന്ന ഭാവം അവിടെയും വന്നു. അതുപോലെ ഒരു ബിസിനസ് ചെയ്തു, അതിൽ ഞാൻ മികച്ച രീതിയിൽ വിജയിച്ചു. അവിടെ ഞാൻ ആരെപ്പോലും ഞാൻ എന്നുള്ള ഭാവം, എന്നെക്കാളും വലുത് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വരും. അങ്ങനെ പല പല കാര്യങ്ങളിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഈ ഭാവം വരിക. അത് എല്ലാവരും പറയും, ഞാൻ അങ്ങനെയല്ല, എനിക്ക് അങ്ങനെയുള്ള ഭാവമേ ഇല്ല എന്ന് പറയും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഭാവം ഇല്ലാത്ത മനുഷ്യരില്ല എന്ന് ഞാൻ പറയും. സത്യത്തിൽ എന്താ പറഞ്ഞാൽ എല്ലാവരും പറയും, അയ്യോ ഞാനങ്ങനെയല്ല കേട്ടോ, എനിക്ക് യാതൊരു അങ്ങനെയല്ല, ഞാനെന്നൊരു ഭാവേ ഇല്ല എന്ന് പറയും. എങ്കിലും എവിടെയോ മനസ്സിൻ്റെ ഒരു കോണിൽ അതുണ്ടാവും. അപ്പോൾ അതെല്ലാവർക്കും എടുത്തു കളയാനൊന്നും പറ്റില്ല. എന്താ പറഞ്ഞാൽ നമ്മൾ ശ്രമിക്കണം അതിന് വേണ്ടിയിട്ട്. പിന്നെ എന്താ അറിയൂ, നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. കുറച്ച് നേരം നമ്മൾ ഞാനെന്നുള്ള ഭാവം ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് മാത്രമേ ആവുള്ളൂ എന്നുള്ള ആ ചിന്തയാണ് അല്ലേ. ചിന്ത, അതാണ് ഈ ഞാൻ എന്ന ഭാവം എന്ന് പറയുന്നത്. എന്നെക്കാളും കൂടുതൽ മറ്റാരും ഇല്ല, എനിക്ക് കഴിയുന്നത് നിനക്ക് കഴിയില്ല, അങ്ങനെയുള്ളൊരു ഭാവത്തിനെയാണ് ഞാൻ എന്ന ഭാവം എന്ന് പറയുക. അപ്പോൾ ഒന്നാലോചിക്ക്, ഈ പഠിച്ച് നമ്മൾ വലിയ വിജയത്തിലെത്തുമല്ലോ. അപ്പോൾ നമ്മളെ പഠിപ്പിച്ച മാതാപിതാക്കളുണ്ട്, നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരുണ്ട്, നമ്മൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്താൽ അതിൻ്റെ പിന്നിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സമയം സാഹചര്യം എല്ലാം ഒത്തുചേരുമ്പോഴാണ് ഞാൻ അതിൽ നിന്ന് വിജയിക്കുക. അപ്പം അവിടെ എവിടെയാണ് ഞാൻ എന്ന ഭാവം? ഇപ്പോൾ അമ്മ ഒരു കച്ചവടം ചെയ്യാണ്, അമ്മ ഒരു പെട്ടിക്കട വെച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അവിടെ പേപ്പർമെൻറ്റ് മേടിക്കാൻ ഞാൻ വന്നില്ലെങ്കിൽ ആ കട വെച്ചിട്ട് അമ്മ എന്ത് ചെയ്യും അല്ലേ. അതുപോലെ അമ്മ ഒരു വലിയ സൂപ്പർ സ്റ്റാറാണെന്ന് വിചാരിച്ചാൽ മതിയിട്ടാവരുത്. അപ്പോൾ അല്ലെങ്കിൽ അമ്മ ഒരു സൂപ്പർ സ്റ്റാറിനെ കരുതിക്കോളും. അമ്മയാവണ്ട, ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്. ആ സൂപ്പർ സ്റ്റാർ നന്നായിട്ട് അഭിനയിക്കും, നന്നായിട്ട് പാട്ട് പാടും, ഡാൻസ് കളിക്കും, എല്ലാം ഉണ്ട്. ദൈവം അറിഞ്ഞു കൊടുത്ത മുഴുവൻ കഴിവുമുണ്ട്. ഒരൊറ്റ പ്രേക്ഷകൻ പോലും മൂപ്പൻ്റെ പടം കാണാൻ പോയില്ലെങ്കിൽ ആളൊരു സ്റ്റാർ പോലും ആവില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഒരു സൂപ്പർ സ്റ്റാർ ആവുക? അപ്പം ഞാൻ എന്ന് അയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ എത്താൻ പറ്റുമോ? ആ വ്യക്തിക്ക് അവിടെ എത്താൻ പറ്റുമോ? ഒരു കൂട്ടായ്മയിൽ നിന്നാണ് വിജയം. എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിലൊരു അമ്മയുണ്ട്, അമ്മ കുട്ടികളൊക്കെ വളർത്തുന്നുണ്ട്. പക്ഷെ അമ്മേന്ന് വിളിക്കാൻ മക്കളില്ലെങ്കിൽ, എന്ന് വെച്ചാൽ മക്കൾക്ക് അമ്മയോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ അമ്മ എന്നുള്ള വിളിക്ക് എന്താ അർത്ഥമുള്ളത്? അതുപോലെ അമ്മയ്ക്ക് മക്കളുണ്ട്, ആ മക്കളായില്ലെങ്കിൽ പിന്നെ അവരെ മക്കളേന്ന് വിളിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? അപ്പോൾ എന്തിനും ഒരു കൂട്ടായ്മ വേണം. കൂട്ടായ്മ ഒരു സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ കയ്യൊപ്പാണ്. അപ്പം ഞാൻ എന്ന് പറയുന്നത് ഞാൻ മാത്രമേ ഈ ലോകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മാത്രം വിചാരിച്ചാൽ എനിക്ക് ഭൂമിയിൽ നിന്ന് ഞാൻ പൊട്ടിമുളച്ചതല്ലല്ലോ, എന്നെ 2 പേര് കൂടി സൃഷ്ടിച്ചതാണ് അല്ലേ. ഞാൻ മരിക്കുമ്പോൾ എനിക്ക് തന്നെ ശ്മശാനത്തിൽ പോയി കിടക്കാൻ പറ്റുമോ? എന്നെ 4 പേര് ഏറ്റും കൊണ്ടുപോകണം. അപ്പോൾ ഈ ഞാൻ എന്നുള്ള ഭാവം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കോമഡിയാണ്. ഞാനൊന്നുമല്ല, എന്നെ ഇവിടേക്ക് നയിച്ചത് ഒരു പ്രപഞ്ചശക്തിയാണ്. ആ പ്രപഞ്ചശക്തിയുടെ ഒരു സിഗ്നേച്ചർ എൻ്റെ പിന്നാമ്പുറത്തുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഈ മേഖലയിൽ നിൽക്കണം, വേറൊരാൾ എന്നെക്കാളും മികച്ച മേഖലയിൽ വേറെ എവിടെ നിൽക്കണോ, ഇതെല്ലാം തീരുമാനിക്കുന്ന ഒരു പ്രപഞ്ചശക്തിയാണ്. ശരിയാണ് അമ്മ. പക്ഷെ നീ ഈ ഇടയ്ക്ക് കയറിയിട്ട് എൻ്റെ യൂട്യൂബിനോട് വന്നിട്ട് നിൻ്റെ കാര്യങ്ങൾ പറയാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല. അത് മുഖത്തിൻ്റെ ഭാവത്തിൽ എനിക്ക് മനസ്സിലായപ്പോൾ അമ്മ പറഞ്ഞു, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ
നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മളറിയാതെ തന്നെ ഞാൻ എന്നുള്ള ഭാവം അവിടെ വന്നു പോകും. കാരണം എന്താ പറഞ്ഞാൽ ഇവനെയൊക്കെ തല്ലി ഓടിക്കണമെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നും ഇവിടെ ഞാൻ എന്നുള്ള ഭാവം ഒന്ന് എടുത്തേ പറ്റൂ. അമ്മ മനസ്സിൽ അല്ല, ഒരു സെക്കൻഡ് നിൽക്കേ, ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഒരു സെക്കൻഡ് അമ്മ മനസ്സിൽ കരുതി എന്തറിയോ, ഇവൻ്റെ അടുത്തൊക്കെ ഞാൻ എന്നുള്ള ഭാവം എടുത്തില്ലെങ്കിൽ ഇവൻ എൻ്റെ യൂട്യൂബ് ചാനൽ കൊണ്ട് അവനങ്ങോട്ട് പോകും. അപ്പോൾ അത് ശരിയാവില്ല. രഞ്ജിത്ത് അല്ലാതെ ബാക്കി എല്ലാവരും ആ ഭാവം, രഞ്ജിത്തിനെ മാത്രമേ അതിൽ ഉൾപ്പെടുത്തരുത്. കാരണം ഇവനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഭാവം അത്ര നല്ലതല്ല. അപ്പോൾ ഈ ഞാൻ എന്നുള്ള ഭാവം തീരെ നല്ലതല്ല. അപ്പം ഞാനിത് പറയാൻ വന്നത് എന്താ, ഇപ്പൊ കണ്ടോ, ഞാൻ എന്നുള്ള അമ്മയാണല്ലോ അമ്മയ്ക്ക് ഞാൻ. അപ്പം അമ്മ എവിടെ ഇരിക്കുമ്പോൾ വേറൊരു ഞാൻ, അത് ഞാനാണ്. ഞാൻ കയറി വന്ന് അമ്മയുടെ ആ ഇത്രയും സമയത്തെ, ഇത്രയും വിലമതിക്കുന്ന സമയത്ത് നഷ്ടപ്പെടുത്തിയ ഞാനായി. അപ്പൊ ഇവിടെ നമ്മളായി. അത് നമ്മൾ രണ്ടുപേരും കൂടിയിട്ടല്ലേ വീഡിയോ പിടിക്കുന്നത്. അപ്പം നിനക്കും പറയാം എനിക്കും പറയാം, അതിലൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാൻ വന്നത് എന്താ അറിയോ, ഇങ്ങനെ എല്ലാം ഈ ഭാവം എല്ലാവരിലും ഉണ്ടാവും. അപ്പം നമ്മൾ നമ്മളെ തന്നെ നമ്മളറിയുന്ന പോലെ മറ്റൊരാൾക്ക് അറിയാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. നമ്മൾ വിചാരിക്കും നിന്നെ ഞാൻ ഒരുപാട് മനസ്സിലാക്കി എന്ന് പറയും. ഈ എന്നെ പോലെ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നിനക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ എനിക്ക് തന്നെയാണ് കൂടുതലും മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ എല്ലാവർക്കും വേണ്ടി സമയം കൊടുക്കുന്നുണ്ട് അല്ലേ. ഇപ്പൊ കുടുംബത്തിൽ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ടും ഭർത്താവിന് വേണ്ടിയിട്ടും ഒക്കെ സമയം കൊടുക്കുന്നുണ്ട് അല്ലേ. ഇപ്പൊ എൻ്റെ കാര്യം പറയുകയാണ്, അത് എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ, ഞാൻ മാത്രമല്ല എല്ലാവരും. അങ്ങനെ ഓരോരോ ആൾക്കാർ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അവരവരുടെ സമയം കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി ഒരുക്കുക. എന്നിട്ട് നമ്മൾ ഏകാന്തമായി ഒറ്റയ്ക്കിരുന്ന്, ഹിമാലയത്തിൽ എവിടെയെങ്കിലും പോകണം, വേണ്ട നമ്മുടെ വീട് തന്നെ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്ഥലമില്ലേ കുറേ, ഏതെങ്കിലും ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ആ കാണുന്ന ചക്കട മരമില്ല, അതിന്റെ ചോട്ട് പോയിരുന്നാൽ മതിയോ? എവിടെ ഇരുന്നാലും അവിടെ ഏകാന്തത കിട്ടില്ല. അവിടെ അത് പൊളിച്ചൊന്ന് കഴിക്കണം തോന്നുന്നു നമുക്ക്. ഇത് പറയും കേക്ക്. അപ്പൊ എന്താ അറിയോ, അവിടെ ഇരുന്നിട്ട് നമ്മളെ തന്നെ പുനർചിന്തനം ചെയ്യുക. അതായത് നമ്മൾ വിജയിച്ചു. ഇങ്ങനെ ചിന്തിക്കുക, എന്തിനാണ് ഞാനൊക്കെ ജനിച്ചത്, വെറുതെ വേസ്റ്റായി, ജനിക്കാൻ അടി കിട്ടും. അപ്പൊ എന്താ അറിയോ, നമ്മളെ കുറിച്ച് തന്നെ ഒരു പുനർചിന്തനം. അതായത് ഞാൻ നടന്നു വന്ന വഴികളിലൂടെ ഞാൻ വിജയിച്ചതോ ഞാൻ ചെയ്ത കാര്യങ്ങളോ അത് ഞാൻ മാത്രമാണോ, എൻ്റെ കൂടെ എത്ര സഹചാരികളുണ്ടാവും. ചില മലയാളമൊക്കെ എനിക്ക് തെറ്റിപ്പോവും, ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുക നമ്മളെക്കുറിച്ച്. നമ്മൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, ഇതിൽ ഞാൻ എന്താണ് ചെയ്തത് എന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കൂടെ നിന്നവർ, നമ്മളെ സഹായിച്ചവർ, നമുക്ക് വേണ്ടി സമയം തന്നവർ, അങ്ങനെ പലരും അതിൽ കടന്നു വരും. അപ്പോൾ നമ്മളിലില്ല ആ ഞാൻ എന്ന ഭാവം അവിടെ നശിച്ചു പോകും, ഇല്ലാണ്ടാവും. അങ്ങനെ നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളെക്കുറിച്ചൊരു പുനർചിന്തനം ചെയ്യണം. അപ്പോൾ ഞാൻ എന്ന ഭാവം ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ, തമാശ പറഞ്ഞ കഴിഞ്ഞാൽ ഇടി കിട്ടും. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കുക. ആദ്യം തിരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ മാത്രം അല്ല, ഞാൻ മാത്രം, ഞാൻ അല്ലേ. അപ്പം ഞാൻ മാത്രമേ ഈ ലോകത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ എന്ന വാക്കും കൊണ്ടാണ് ഈ ലോകത്തിൻ്റെ എല്ലാ വിജയങ്ങളും ഉള്ളത് അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒന്ന് സാധിക്കണമെങ്കിൽ അതിനൊരു പ്രചോദനം നൽകുക. അപ്പം അമ്മ ഒരു കാര്യം ചിന്തിക്കുകയാണ്, ഇന്ന സംഭവം ഞാൻ ചെയ്യണം എന്ന് നമ്മൾ ആലോചിക്കുകയാണ്. അപ്പം അമ്മയുടെ ആലോചനയ്ക്ക് ഒരു സപ്പോർട്ടീവ് മൈൻഡ് വേണം നമുക്ക് അല്ലേ. ആരെങ്കിലും ഒരാളുടെ ഒരു കൂട്ട് വേണം. ആ കൂട്ട് ഭർത്താവിൽ നിന്നാവാം, മക്കളിൽ നിന്നാവാം, ഒരു സുഹൃത്തിൽ നിന്നാവാം. ആ കൂട്ടൊരു ഇൻസ്പിറേഷനാണ് അല്ലേ. ആ ഇൻസ്പിറേഷൻ നിന്നാണ് നമ്മുടെ തുടക്കം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മൾ കണ്ടുപിടിക്കും, എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും, എന്തൊക്കെ സാധിക്കും നമ്മൾ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എൻ്റെ മാത്രം സാധനം. അന്ന് നമ്മുടെ ഒപ്പം ഇരുന്നിട്ട് നിന്നെക്കൊണ്ട് പറ്റും, നീ അത് ചെയ്യ്, നിന്നെക്കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ മറന്നു പോകുന്നത്. അപ്പോൾ എത്ര ഉയരങ്ങളിൽ നമ്മൾ എത്തിയാലും ഈ പ്രപഞ്ചം നിന്നെ നിയോഗിച്ചൊരു സ്ഥാനമാണത്. അപ്പോൾ നീ ഒന്ന് ചിന്തിക്കണം, നീ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെക്കാട്ടിലും മുകളിൽ വേറൊരാളുണ്ട്. അയാൾ അതിനെക്കാട്ടിലും വലിയ സംഭവങ്ങളൊക്കെ കീഴടക്കിയിട്ടുണ്ട്. ഞാൻ മാത്രം ഇവിടെ ഒന്നുമല്ല, ഞാനും ഇതിലൊരു ഭാഗം മാത്രമാണ്. ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ ചെറിയ ഭാഗങ്ങളിലൊന്ന് മാത്രമാണ് നമ്മൾ അല്ലേ. എന്താ അറിയുക, ഇപ്പം നോക്ക്, നമ്മൾ ജനിച്ച നാൾ തൊട്ട് മരണം വരെ നമ്മൾ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും നമുക്ക് ഒരാളുടെ സഹായം വേണം. മരണം വരെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്തെങ്കിലും. അതുപോലെ ഇനിയിപ്പോൾ കുറേ പണം സമ്പാദിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെക്കുക, നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു കർഷകൻ അത് ഉണ്ടാക്കിയാൽ മാത്രമേ കഴിക്കാൻ പറ്റൂ. കർഷകൻ്റെ എന്താ പറയുക, കനിവ് നമുക്ക് വേണം അല്ലേ. അത് നമ്മൾ പൈസയും കൊണ്ട് മേടിക്കുകയായിരിക്കും, പക്ഷേ ഈ പണം കൊണ്ട് അത് ഉണ്ടാക്കാൻ പറ്റില്ല, അത് കർഷകനെ പറ്റൂ.
അതുപോലെ ഒരു ഓരോരോ ഒരു കാര്യങ്ങൾ നല്ല അതൊരു ഒരു നല്ല മീൻ കഴിക്കണമെങ്കിൽ ഒരു മുക്കുവൻ കടലിൽ പോയാലേ പറ്റുള്ളൂ. പറ്റുള്ളൂ. അല്ലാണ്ട് വീട്ടിൽ കാശിൻ്റെ വന്നിട്ട് മീൻ നമ്മുടെ മുറ്റത്ത് വന്ന് കളിക്കുകയൊന്നുമില്ല അല്ലേ? അതെ. ഏ? അതുപോലെ പല കാര്യങ്ങളിലും നമുക്ക് ഓരോരുത്തർ ജനനം തൊട്ട് മരണം വരെ നമുക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഞാൻ എന്ന ഭാവം? അപ്പോൾ ഇത് നമുക്ക് ചിലപ്പോൾ ചില അമ്മ ഒരുപാട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം അഭിമാനം ആലോചിച്ചോട്ടോ. ഇത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മുഖം ഒന്ന് ഇതായി. കാരണം എന്താ അറിയോ, ചെക്കനെ അതിൻ്റെ ഇടയ്ക്ക് മീൻ കൊണ്ടുവന്നല്ലോ, ഇപ്പം എന്നെ കൊണ്ട് ഞാൻ തോറ്റു. അത് ഞാനിപ്പോൾ പറയാൻ വിട്ട് പറഞ്ഞു പോകും. ശരിയാണ്. അതെന്തറിയോ, എന്ത് വരികയാണെങ്കിലും ഞാനിപ്പോ ഒരു കർഷകൻ കൃഷിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഇവ പെട്ടെന്ന് പറയാണ് മീന്, ഇനി കുറച്ച് കഴിഞ്ഞാൽ അവൻ പറയും ചിക്കൻ എന്ന്. അല്ലാണ്ട് ഇവന് പച്ചക്കറിയുടെ യാതൊന്നും പറയാൻ അറിയില്ല. അല്ല, നമ്മളെന്നും സീരിയസ് ആവാൻ പാടില്ലല്ലോ. എപ്പോഴും സീരിയസ് ആയ ആൾക്കാർ വിചാരിച്ച് എമർജൻസി വാർഡാണ്. മീന് തന്നെ പറഞ്ഞോളൂ, അത് കുഴപ്പമില്ല. അമ്മ, എപ്പോഴും മനുഷ്യൻ സീരിയസ് ആയ ആൾക്കാർ എന്താ വിചാരിക്കറിയോ, എമർജൻസി വാർഡിലാണ് ഡ്യൂട്ടി എന്ന് വിചാരിക്കും. നമ്മൾ ഇടയ്ക്ക് തമാശയും ചിരിയോടുകൂടി സീരിയസ് ആയിട്ടുള്ളൊരു മാറ്റർ വരുമ്പോൾ വിചാരിക്കും നല്ലൊരു ക്ലാസ് കേട്ട് എൻ്റെ ഒരു സുഖം കിട്ടി പറയും. അല്ലെങ്കിൽ ഫുള്ള് സീരിയസ് ആയിട്ട് നമ്മുടെ ഒരു കാര്യം പറഞ്ഞെന്ന് വിചാരിച്ചോ, അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ICU ആണ്, അല്ലെങ്കിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ എമർജൻസി വാർഡിൽ പണിയെടുക്കുന്ന ഏതോ ഒരു നഴ്സാണ്, അങ്ങനെയൊക്കെ വിചാരിക്കും. നമ്മൾ ഏത് നേരം സീരിയസ് ആവരുത്. നമ്മുടെ സീരിയസ് കാര്യങ്ങളും ചിരിച്ചുകൊണ്ട് പറയാൻ പഠിക്കണം. കാരണം ഈ ചിരി ഉണ്ടല്ലോ, ഈ ചിരിയാണ് ആരോഗ്യമാണ്. അമ്മേനെ ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിരിപ്പിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് അമ്മ ഈ ചെറുപ്പായി വരുന്നത്. ആരെങ്കിലും പറയാറില്ലേ? അല്ല, 14 വയസ്സായ എനിക്ക് ബുദ്ധിമുട്ടാവും. ഞാൻ വീണ്ടും അമ്മേനെ അച്ഛനെയും കൊണ്ട് കെട്ടിക്കേണ്ടി വരും. അപ്പോ നമ്മള് ഇപ്പൊ പറഞ്ഞില്ലേ ഈ ഞാൻ എന്ന ഭാവം, ഇതില്ലാത്തവരാരും ഉണ്ടാവില്ല. അപ്പൊ നമ്മള് കുറച്ച് നമുക്ക് സമയം നമ്മൾ തന്നെ നമുക്ക് കുറച്ച് സമയം കണ്ടെത്തി ഒരു പുനർചിന്തനം ചെയ്തു നോക്കൂ. നമ്മൾ ഒരാഴ്ച 2 മാസം 3 മാസമൊക്കെ ചെയ്ത ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുക. അപ്പോൾ അതിന് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ സഹചാരികളായി നമുക്ക് സമയം തന്നവരും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് തന്നവരെ പോലും നമുക്ക് ഓർമ്മ വരും. അപ്പം നമുക്ക് തോന്നും ഈ ഞാൻ എന്ന ഭാവം എന്തിനാണെന്ന്. അല്ലേ? അപ്പോൾ അതാണിപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നമ്മളിലേക്ക് നമ്മൾ തന്നെ ഒരു തിരിഞ്ഞു നോട്ടം, നമ്മുടെ ശരികളും തെറ്റുകളിലേക്ക് ഒന്നും കൂടി നമ്മളൊന്ന് നോക്ക്. ഇത് ശരിയാണോ, ഇത് തെറ്റാണോ, നമ്മൾ എപ്പോഴെങ്കിലും വഴി മറന്നിട്ടുണ്ടോ, എപ്പോഴെങ്കിലും നമ്മുടെ ഒപ്പം വന്നവരെ ഒപ്പം നടന്നവരെ നമ്മൾ മറന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കണം. അത് നേട്ടങ്ങൾ കിട്ടുമ്പോൾ മാത്രമല്ല, ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും കുറച്ച് വയസ്സൊക്കെ നമുക്കാവുമ്പോൾ, പ്രായങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ, അന്നൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളായ ചില വ്യക്തികളുണ്ടാവും ജീവിതത്തിൽ. അമ്മയ്ക്കിത് പറയുമ്പോൾ എമോഷണലി ടച്ച് ആവും കേട്ടോ. ചില വ്യക്തികളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. അവരൊക്കെ നമ്മൾ മറന്നുപോയോ, ഒന്ന് വിളിക്കാൻ മറന്നുപോയോ, ഒന്ന് സംസാരിക്കാൻ മറന്നുപോയോ, ഒന്ന് പോയി കാണാൻ മറന്നുപോയോ എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. അവിടെ ഒരു ഞാനുണ്ട്. കാരണം ഞാനായി, എൻ്റെ പാടായി, എൻ്റെ ജീവിതമായെന്ന് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു കൗമാര പ്രായം ഉണ്ടാവും. ആ പ്രായത്തിൽ നമ്മുടെ ആത്മീയമായ ആത്മാർത്ഥമായ ആത്മീയമായും ആത്മാർത്ഥമായും നമ്മുടെ ഒപ്പം നടന്ന പല രീതിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ നമ്മുടെ എന്താ പറയുക, ഇന്നത്തെ മക്കളെക്കാട്ടിലും നമ്മുടെ ഇന്ന് ഈ ഭർത്താവിനെക്കാട്ടിലും മക്കളെക്കാട്ടിലും ഒക്കെ അമ്മനെ സ്നേഹിച്ച് ഒരുപാട് സ്നേഹിച്ച ആളുകൾ അവിടെ എവിടെയോ നമ്മൾ ചിലരെ മറന്നുപോയിട്ടുണ്ടാവും. ആ മറന്നുപോയ ആൾക്കാരൊക്കെ സമയം കിട്ടുമ്പോൾ ഓർക്കുക. ഓർത്തിട്ട് ഒരുപാട് വൈകിപ്പോയ വസന്തമാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഈ സ്നേഹത്തിൻ്റെ മുമ്പത്തുള്ള തോൽവി ഉണ്ടാകുമ്പോൾ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കാട്ടിലും വലിയൊരു സന്തോഷമുള്ള തോൽവി ലോകത്തിൽ എവിടെയില്ല. കണ്ട, ഇത് പറയുമ്പോഴേക്കും നമ്മുടെ കണ്ണുകൾ 2 തുള്ളി നിറഞ്ഞില്ലേ? അതാണമ്മ, ഇതാണ് ലോകം. മനസ്സിലായില്ലേ? സ്നേഹം കൊണ്ട് നമ്മൾ കീഴ്പ്പെടുത്താൻ കഴിയാത്തതായി ഈ ലോകത്തൊന്നുമില്ല. മനസ്സിലായില്ലേ? ഈശ്വരൻ പോലും നമ്മൾ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. അപ്പോൾ എല്ലാവരുടെ ഹൃദയത്തിൽ ഞാനെന്നുള്ള അഹംഭാവത്തെ മാറ്റിവെച്ച് നമ്മളെന്നുള്ള ചിന്ത ഞാനായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറത്ത് ഒരു കൂട്ടായ്മയുണ്ട്. ഞാൻ ഇവിടം വരെ ഈ വയസ്സ് വരെ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ എത്രയോ മുഖങ്ങൾ, എത്രയോ ചിരികൾ, എത്രയോ ദുഃഖങ്ങൾ, അങ്ങനെ എത്രയോ പേരിൻ്റെ അനുഗ്രഹങ്ങളും അല്ലേ, എത്രയോ പേര് കൈപിടിച്ച് നടത്തിയിട്ടുണ്ടാവും. ആ വഴികളിലൂടെ കൈപിടിച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ടീവായിട്ട് നിന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് വഴികൾ സഞ്ചരിച്ചാണ് നമ്മൾ ഈ വഴി വരെ എത്തിയത്. ഒരിക്കലും ഞാൻ എന്നുള്ള അഹംഭാവം ആരുടെ മനസ്സിലും ഒരു കാലത്തും ഒരു കാരണവശാലും വരാതിരിക്കട്ടെ. അല്ലേ? ഞാൻ എങ്ങനെ അറിയോ, പണ്ടൊന്നുമല്ല, ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഒന്ന് ആലോചിക്കും. എന്താ പറയുക, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ അന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം എൻ്റെ ഒന്നും കൂടി എന്താ പറയുക ഓർമ്മിക്കും. ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, അതിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഞാൻ വല്ല തെറ്റും ചെയ്തോ, അങ്ങനെയൊക്കെ ഞാൻ ഓർക്കും. അപ്പോൾ എന്താ അറിയോ, ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് കേട്ടോ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ഓർക്കും കുറച്ച് നേരം, ഞാൻ ഇന്ന് ഇത് ചെയ്തു, ഇന്നാളെ ഇത് പറഞ്ഞു, ഇന്നാളോട് ഇങ്ങനെയാണ് സംസാരിച്ചത്, അതിന് വല്ല തെറ്റുമുണ്ടോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ ചിന്തിക്കാറുണ്ട്. മനുഷ്യനല്ലേ, ചിലപ്പോൾ നമ്മൾ ഒരു എമോഷൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിലോ നമ്മൾ ചിലപ്പോൾ തെറ്റുകൾ പറഞ്ഞു പോകും. അപ്പോൾ
അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാറുണ്ട്, അയ്യോ ഞാനത് പറഞ്ഞത് അവർക്ക് വിഷമമായി ഉണ്ടാവും എന്ന് തോന്നും മനസ്സിൽ. അപ്പോൾ ഒരു സോറി പറയാം. പറഞ്ഞത് നല്ലതിനാണെങ്കിലും അതിന്റെ നമ്മൾ പറഞ്ഞ രീതിയിൽ അവർക്ക് വിഷമം അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവും. അതാണ് ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും അന്നന്ന് നടന്ന കാര്യങ്ങളാണെങ്കിലും അല്ല ഒരാഴ്ച നടന്ന കാര്യങ്ങളാണെങ്കിലും നമ്മളൊന്ന് ഓർത്ത് നോക്കുക. അപ്പം നമ്മൾ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകളാണെങ്കിലും നമ്മൾ ചെയ്ത നന്മകളാണെങ്കിലും അത് നമുക്ക് ഓർമ്മ വരും. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ നമ്മളെ തന്നെ നമുക്ക് പഠിക്കാൻ നമ്മളൊരു സമയം ബാക്കി വയ്ക്കും, ഒരു അല്പനേരം. എന്താണ് ഞാൻ ചെയ്തത്, അതിൽ ശരികൾ എത്രയാണ്, തെറ്റുകൾ എത്രയാണ്, ഞാൻ എന്നുള്ള അഹംഭാവത്തെ എന്നേക്കും മനസ്സിൽ നിന്ന് നീക്കിക്കളിയുക, തുടച്ചു കളിയുക. അതാർക്കും ഒരിക്കലും നല്ലതല്ല. ഞാൻ വിജയിക്കണം എന്നുള്ള ചിന്തയുണ്ടാവണം. ഞാൻ മാത്രമാണ് ഞാനല്ലാതെ ബാക്കിയെല്ലാം വട്ടപൂജയാണെന്നുള്ള ചിന്ത ആർക്കും ഒരിക്കലും ഒരു കാലത്തും വരരുത്. അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, അഹംഭാവം, അഹങ്കാരം. അതുള്ള ഒരു വ്യക്തിയാവട്ടെ ഒരു വസ്തു ആവട്ടെ അതിനൊരിക്കലും ഒരു വിലയുണ്ടാവില്ല. ഈ വസ്തുവിനും അഹങ്കാരം ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ഞാനാണ് മികച്ച വസ്തു, പക്ഷെ ഉണ്ടാക്കിയത് വേറൊരു വ്യക്തിയായിരിക്കും. അയാൾ അതിൻ്റെ അടുത്തൊരു വസ്തുവിനെ കൊണ്ടുവന്ന് വയ്ക്കും, ആ വസ്തു പറയും അതാണ് ഏറ്റവും മികച്ച വസ്തു എന്ന്. അവസാനം ഇതിനെ വാങ്ങി കൊണ്ടുപോകാനായിരിക്കും ഏറ്റവും വലിയ വ്യക്തി, അല്ലേ? അപ്പോൾ ഇതിനൊക്കെ മേടിച്ചു കൊണ്ടുപോകണം. അപ്പോൾ ഒരു വസ്തു എന്ന് പറഞ്ഞൊരു ടോയ്സോ അല്ലെങ്കിൽ ഒരു ബൊമ്മയൊക്കെ കണക്ക് കൂട്ടിക്കോളൂ. അപ്പോൾ ഒരാൾ കൊണ്ടുപോയി വെച്ചിട്ട് ഇതാണ് ഏറ്റവും വലുത് പറയും. അപ്പോൾ അത് ഊമ്മയാണ്, അതിനൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറത്തുള്ള ആൾ പറയും അതാണ് ഏറ്റവും വലുത്. അപ്പോൾ ഏറ്റവും വലുത് ആരറിയോ? അത് വന്ന് മേടിച്ചിട്ട് പോകുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഞാൻ എന്ന് പറയാൻ അവകാശപ്പെടുന്ന ഒരു വ്യക്തി ആരറിയോ? നമ്മുടെയൊക്കെ ഇവിടുന്ന് എങ്ങനെ കൊണ്ടുവന്ന് വിട്ടു അതേപോലെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയുണ്ട്, മൂപ്പരാണ് ഞാനെന്ന് പറയാൻ യോഗ്യനുള്ള ഒരേ ഒരു വ്യക്തി. അപ്പോൾ കഴിയുന്നതും എല്ലാവരും നിങ്ങൾ ഒന്ന് അവനവനിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് ഒന്ന് പുനർചിന്തനം ചെയ്ത് നോക്കൂ. അപ്പം നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറഞ്ഞതും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തെല്ലാം ഓർമ്മ വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു എന്താ പറയുക, ഒരു നിർമ്മലമായ ഒരു അന്തരീക്ഷം നമ്മുടെ മനസ്സ് അങ്ങനെയാവും. അപ്പം എന്താ പറഞ്ഞാൽ നമുക്ക് അഹം വരില്ല. മറ്റുള്ളവരോട് അയ്യോ ഇനി എനിക്ക് അവരോട് ഇങ്ങനെ പറയാൻ പാടില്ല, ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞത് അവർക്ക് വിഷമമായിട്ടുണ്ടാവുമോ, അങ്ങനെയുള്ള ഒരു ചിന്ത നമുക്ക് വരുമ്പോൾ നമുക്ക് ആരോടും ദേഷ്യമോ വൈരാഗ്യം ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ മനസ്സ് മുഴുവൻ സ്നേഹമായിരിക്കും. അപ്പോൾ നമുക്ക് സുഖമായി ഉറങ്ങാനും ദിവസം സന്തോഷിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുമല്ലോ. അപ്പോൾ ഇത്രയും മാത്രം ഞാൻ പറയാൻ വേണ്ടി വന്നു. അപ്പോൾ ഓക്കേ, ബായ്.